നിയമക്കുരുക്കിൽപ്പെട്ട് നിർമ്മാണം നിലച്ച വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിയമക്കുരുക്ക് അഴിയണമെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായി വരുമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ കേസിൽ ലൈഫ് മിഷനും സ്വപ്ന സുരേഷും അടക്കം 6 പേർക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഭൂരഹിതരായവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായാണ് UAEയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രിസ്റ്റും ലൈഫ് മിഷനും ചേർന്ന് 21 കോടിയുടെ കരാർ ഒപ്പുവെച്ചത്. കൊച്ചി സ്വദേശിയായിരുന്ന സന്തോഷ് ഈപ്പന്റെ നിർമ്മാണ കമ്പനിയായ യൂണിടാക് ബിൽഡേഴ്സാണ് നിർമ്മാണം ഏറ്റെടുത്തത്. കരാറു കമ്പനികൾ തമ്മിൽ ഇപ്പോഴും നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇവയെല്ലാം അവസാനിച്ചാൽ മാത്രമേ ഫ്ളാറ്റ് നിർമ്മിക്കാനാകൂ. 140 നിർധനരായ കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ പദ്ധതിയിട്ടിരുന്നത്. ഫ്ളാറ്റിലെ കട്ടിളയും ജനലയും കമ്പിയും കട്ടയുമെല്ലാം സാമൂഹ്യ വിരുദ്ധർ കടത്തിക്കൊണ്ടുപോയി. നിയമക്കുരുക്കുകൾ അവസാനിച്ചാലേ ഫ്ളാറ്റിന്റെ നിർമ്മാണം പുനരാരംഭിക്കാനാകൂ. അതിനായി വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും. അപ്പോഴേക്കും ഫ്ളാറ്റിന്റെ ലൈഫും ഇല്ലാതാകും. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.